ഹായ് എവരി വൺ, എല്ലാവർക്കും സൈബർ ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വിഷന്റെ IPTV സർവീസിനെ കുറിച്ചാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷന്റെ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും കമന്റ് ചെയ്യുന്നതിനൊക്കെ വളരെ നന്ദി. എന്നെക്കൊണ്ട് മാക്സിമം റെസ്പോണ്ട് ചെയ്യാറുണ്ട് എല്ലാ കമന്റ്സിനും. അപ്പോൾ ഇൻ കേസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് 11 മണിക്ക് മുന്നേയും അതുപോലെ തന്നെ രാത്രി 8:30ക്ക് ശേഷമാണ്. കാരണം ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലിയിലുള്ള സർക്കിളിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് ടെലിഗ്രാം ചാറ്റ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ എൻ്റെ ജോയിൻ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സാപ്പ് എനിക്ക് ഇല്ല, അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് വാട്സാപ്പ് നിങ്ങൾക്ക് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ടെലിഗ്രാം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് കേരള വിഷന്റെ IPTV സർവീസ് ആണ്. നോർമലി ഒരു IPTV സർവീസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വഴി ഒരു ടെലിവിഷൻ കണ്ടന്റ് കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു IPTV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് എന്തും ആവട്ടെ, ഇന്റർനെറ്റ് അതുവഴി നമുക്കൊരു ടിവിയിൽ കിട്ടുന്ന എല്ലാം നമുക്ക് ബ്രോഡ്ബാൻഡ് വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി കിട്ടുന്നതിനാണ് IPTV എന്ന് പറയുന്നത്. നമുക്ക് അതിനു വേണ്ടി ഒരു കേബിളോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ കേബിൾ കണക്ഷൻ എടുക്കണോ അങ്ങനൊന്നും ആവശ്യമില്ല. ഡിഷ് TV വേണോ, അത് വേണ്ട. DTH വേണ്ട, അങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ട. നമുക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ മാത്രം മതി. അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഏതും ആവാം. ജിയോ ആവാം, അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്പോട്ട് ആവാം, നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റ് ആവാം, ഏതും ആകാം. നമുക്കൊരു IPTV നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഇന്റർനെറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്ക് പല സമയത്തും നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡർ നമുക്ക് IPTV സർവീസ് തരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് IPTVയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. കുറെ അധികം ഇൻഡിവിജ്വൽ IPTV കമ്പനീസ് ഉണ്ട് അത് സർവീസ് കൊടുക്കുന്നത്. അവരുടെ സർവീസ് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് IPTV സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്വന്തമായിട്ട് തന്നെ ഒരു IPTV സർവീസ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അവരിപ്പോൾ പൈലറ്റ് ഫേസിലാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൈലറ്റ് ഫേസിൽ നമുക്ക് ഈ ഒരു സർവീസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ കേരള വിഷന്റെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IPTV നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പൈലറ്റ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അവരിപ്പോൾ ടെസ്റ്റ് റൺ ആണ് ഈ ഒരു IPTV. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇൻ കേസ് ഇത് ഫ്യൂച്ചറിൽ പെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പെയ്ഡ് ചാനലൊക്കെ ഇപ്പോഴും എനിക്കൊന്ന് പേ ചെയ്ത് എടുക്കണമെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം നമുക്ക് ഫ്രീ ചാനൽസ് എല്ലാം ഈ കേരള വിഷന്റെ IPTV വഴി ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഒരു പ്രത്യേകത ഉണ്ട്, ഈ IPTV നമുക്ക് ഒഫീഷ്യൽ ആൻഡ്രോയിഡ് TVയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒഫീഷ്യൽ ആൻഡ്രോയിഡ് TVയിൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആൻഡ്രോയിഡ് TVയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ പറയാം. അപ്പോൾ ലാസ്റ്റിൽ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ IPTV കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് TV ഉള്ളവർ ആൻഡ്രോയിഡ് TVയിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹോം സ്ക്രീൻ കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഹോം സ്ക്രീൻ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ സെർച്ച് ചെയ്യുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ കാണാൻ പറ്റും. സെർച്ച് ചെയ്യുക, കേരള വിഷൻ സെർച്ച് ചെയ്യുക. കേരള വിഷൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം വരുന്നൊരു ആപ്പാണ് ഈ ITVയുടെ ആപ്പ്. അത് ജസ്റ്റ് നിങ്ങൾ എൻ്റർ അടിച്ചിട്ട് നിങ്ങൾ ആപ്പ് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം. അപ്പം അത് ലാസ്റ്റിൽ ഞാൻ പറയാൻ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഡിഫോൾട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇപ്പം ആപ്ലിക്കേഷൻ. Keralavision ITV എന്നാണ് ഇതിൻ്റെ പേര്. ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്കൊരു വൈറ്റ് സ്ക്രീൻ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ലോഗിൻ പേജ്, നമ്മുടെ ലോഗിൻ പേജ് വരുന്നുണ്ട്. ഈ ലോഗിൻ പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ ഇനി പറയാം.
അപ്പോൾ നിങ്ങൾ കണ്ടു, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ടിവിയിൽ ഈ IPTV ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബർ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഈ കണക്ഷൻ്റെ IPTV എടുത്തിട്ടില്ല, കാരണം എനിക്ക് IPTVയുടെ ആവശ്യമില്ല. കാരണം ഞാൻ അല്ലാതെ തന്നെ എനിക്ക് സോണി ലിവും അതുപോലെ തന്നെ എൻ്റെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഈ IPTV സർവീസ് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിനകത്ത് തന്നെ ലൈവ് ചാനൽസ് എല്ലാം അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ന്യൂസ് ചാനലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സോണി ലിവിലാണെങ്കിലും AXN അങ്ങനെയുള്ള ജിയോ TV മൊബൈലിലുണ്ട്. ജിയോ TV ആണ് ഒരു എക്സാമ്പിൾ ആണ് IPTVക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുക, എനിക്ക് കേരളവിഷൻ്റെ IPTV എനേബിൾ ചെയ്ത് തരണം. അപ്പോൾ ഓപ്പറേറ്ററിന്റെ സൈഡിൽ നിന്ന് ഓപ്പറേറ്റർ ഒരു ഇമെയിൽ കേരളവിഷൻ അയക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമെയിലിൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഈ ഒരു കേരളവിഷന്റെ യൂസർ IDയും അതുപോലെ നിങ്ങളുടെ MAC അഡ്രസ് ഒക്കെ വെച്ചൊരു മെയിൽ അയാൾ കേരളവിഷൻ അയക്കും. കേരളവിഷനിൽ നിന്നൊരു റെസ്പോൺസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ക്രിയേഷൻ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ IPTV എനേബിൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും IPTV കിട്ടി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓപ്പറേറ്റർ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് എനേബിൾ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓപ്പറേറ്റർ കേരളവിഷൻ കൊടുക്കും. കേരളവിഷൻ അത് ക്രിയേറ്റ് ചെയ്ത് ഓപ്പറേറ്ററിന് തിരിച്ചു കൊടുക്കും. ഓപ്പറേറ്റർ ഒക്കെ ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഈ IPTV സർവീസ് കേരളവിഷൻ കൊടുക്കുന്നത്. ഇതിപ്പോഴും പൈലറ്റ് ഫേസിലാണ്, ഫുള്ളി പ്രൊഡക്ഷൻ മോഡിലോട്ട് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണെന്നാണ് ഞാൻ കേട്ടത്. പലയിടത്തും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാമെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.